കൊടുങ്ങല്ലൂർ നഗരസഭ പ്രദേശത്ത് നാഷണൽ ഹൈവേയിലൂടെയുള്ള യാത്ര ജീവൻ മരണ പോരാട്ടമോ? കൊടുങ്ങല്ലൂർ ബൈപ്പാസിൻ്റെ പരിസരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അതായത് അഞ്ചപ്പാലിൽ നിന്ന് കിഴക്കോട്ട് പോകുന്ന ബൈപ്പാസ് കവർ ചെയ്ത് ഗൗരീശങ്കറിൽ ഹോസ്പിറ്റലിലേക്കും അതുപോലെ തന്നെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കൊടുങ്ങല്ലൂർ പള്ളിയിലേക്കും ചേർമാൻ പള്ളിയിലേക്കും അതുപോലെ തന്നെ ഏകദേശം 2000 കുട്ടികളോളം പഠിക്കുന്ന ബോയ്സ് ഹൈസ്കൂളിലേക്കും നിരവധി ആളുകൾ അഴീക്കോട് തീരദേശ മേഖലയിൽ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള ഏക ആശ്രയ കേന്ദ്രമാണ് അഞ്ചപ്പാലം ഗൗരീശങ്കർ അഴീക്കോട് റോഡ്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ നിരവധി നാളുകളായി ഈ ഒരു അവസ്ഥയിലാണ്. ഇന്ന് തന്നെ 3-4 സ്കൂൾ കുട്ടികളും അമ്മമാരും ഈ കുഴിയിൽ വീണ് പരിക്ക് പറ്റി ആശുപത്രിയിൽ ചികിത്സ തേടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ എൻ്റെ തൊട്ടപ്പുറത്തുള്ള 2 വീടുകളുടെ ശോചനീയാവസ്ഥ അറിയാതിൻ്റെ പുറത്താണ് ഈ ചെടിവെള്ളം കെട്ടിക്കിടക്കുന്നത്. ആ 2 വീട്ടുകാർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. നിരവധി ദിവസങ്ങളായിട്ട് അവർ പല വഴിക്ക് ചുറ്റിയാണ് റോഡിലേക്ക് എത്തിച്ചേരുന്നത് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട്. അങ്ങനെ വലിയ ദുരിതത്തിലാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ, ഈ യാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ. പല പ്രാവശ്യം ഇതിനോട് ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോട് വിളിച്ച് പറയുന്ന സമയത്ത് NHIക്കാർ പറയും അത് PW ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യേണ്ടത്. PW ഉദ്യോഗസ്ഥന്മാരോട് വിളിക്കും പറയും NHI ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യുന്നത്. ഈ 2 കൂട്ടരും ചെയ്യാൻ തയ്യാറാവുന്നില്ല. അത് ഈ വിഷയം BJP കൗൺസിലർമാർ നഗരസഭയിൽ നിന്ന് ഉന്നയിച്ച സമയത്ത് ചെയർപേഴ്സൺ ഇവരെയൊക്കെ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കാൻ മാത്രമല്ല, ഇവരെ വിളിച്ചിരുത്തി കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ജനങ്ങളുടെ ദുരിതാവസ്ഥയ്ക്ക് അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല. കൊടുങ്ങല്ലൂർ ഗൗരീശങ്കർ സിഗ്നലിന്റെ ഇരുവശത്തുമുള്ള പാതകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. 6 മാസത്തിലേറെയായി ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മഴ പെയ്താൽ ഇവിടെ അപകടം ഉറപ്പാണ്. അത്ര വലിയ കുഴികളാണ് ഈ റോഡിൽ ഉള്ളത്. നഗരസഭ അധികാരികൾക്കോ MLAക്കോ ഇടപെടാൻ ഇതുവരെ തോന്നിയിട്ടില്ല. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഇവിടെ ബസ് യാത്രയും ദുരിതമാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ദിനംപ്രതി ഇതുവഴിയുള്ള യാത്രകൾ കഷ്ടപ്പെടുകയാണ്. ദേശീയപാതയിലെ യാത്രാ ദുരിതത്തിനെതിരെ BJP പ്രതിഷേധം നടത്തി. പ്രതിപക്ഷ നേതാവ് TS സജീവൻ, മേത്തല ഏരിയ സെക്രട്ടറി സിജിൽ മേത്തല, കൗൺസിലർ പരമേശ്വരൻകുട്ടി, ഏരിയ കമ്മിറ്റി മെമ്പർ രാജേന്ദ്രൻ, ശശികുമാർ പ്രവീണൻ എന്നിവർ പങ്കെടുത്തു.